പണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഡൽഹിയിലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഡൽഹിയൊക്കെ സന്തോഷ് ട്രോഫിയിൽ പ്രതിനിധീകരിച്ച ഒരാൾ. അദ്ദേഹത്തിൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പുല്ലുവിള എന്ന ഗ്രാമത്തിലായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള സാധാരണക്കാരനായ ഒരു മലയാളിയായിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കൾ, 2 പേരും ക്രിക്കറ്റ് സ്വപ്നം കണ്ട കുട്ടികൾ. ഡൽഹിയിലായിരുന്നു ജോലി. ഡൽഹിയിലെ പോലീസ് കോളനിയിലായിരുന്നു താമസം, GTB നഗർ. മറ്റ് കുട്ടികളോടൊപ്പം കോളനിയിലെ റോഡിലാണ് അവർ ക്രിക്കറ്റ് കളിച്ച് പഠിച്ചത്. നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന അവർക്ക് പിച്ചുണ്ടാക്കി കൊടുത്ത്, സ്റ്റമ്പ് വെച്ച്, ബോളറിന് കൊടുത്ത്, ബാറ്റ് പിടിപ്പിച്ച്, കോച്ചിങ്ങിന് ചേർത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഒരു ട്രെയിനറായിരുന്നു, മോട്ടിവേറ്ററായിരുന്നു, അദ്ദേഹം തന്നെയായിരുന്നു ടീമും. ഡൽഹിയിലെ അന്നത്തെ നല്ലൊരു കോച്ചായ യശ്പാൽ കോച്ചിങ് അക്കാഡമിയിൽ അദ്ദേഹത്തിന് ചേർത്തു. നിങ്ങൾക്ക് പറക്കാം എന്ന് അദ്ദേഹത്തിന് മക്കൾക്ക് വിശ്വാസം കൊടുത്തു. പക്ഷേ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലായിരുന്നില്ല. ഡൽഹി അണ്ടർ 13 സെലക്ഷനിൽ മകന് കിട്ടാതെ പോയി. അന്ന് ആ അച്ഛൻ്റെ കണ്ണാണ് തുറന്നത്. ഡൽഹി മകൻ്റെ കരിയറിന് നല്ലതാകില്ല എന്നൊരു തോന്നൽ. ഈ നഗരത്തിൽ തൻ്റെ മകൻ്റെ സ്വപ്നം വളരില്ല. അദ്ദേഹം എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു കടുംപെട്ട് തീരുമാനമായിരുന്നു. അദ്ദേഹം ഡൽഹിയിലെ പോലീസ് ജോലി വിട്ട് ഫുട്ബോൾ കരിയർ സൈഡാക്കി. സുരക്ഷിതമായ ശമ്പളം, സുരക്ഷിതമായ ജീവിതം എല്ലാം വിട്ട് മക്കളുടെ സ്വപ്നം എടുത്തുകൊണ്ട് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക്, വിഴിഞ്ഞത്തിനടുത്തുള്ള പുല്ലുവിളയിലേക്ക്. അന്ന് കേരളത്തിൽ നിന്ന് ഒരു ബാറ്റ്സ്മാൻ പോലും ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടില്ല. നമ്മൾ പറയുമ്പോൾ അജയ് ജഡേജ, അങ്ങനെ ചില അർദ്ധ മലയാളികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ അദ്ദേഹം വീണ്ടും തുടങ്ങി. ക്ലബ്ബുകൾ, ഗ്രൗണ്ടുകൾ, കോച്ചുമാർ, പുതിയ മണ്ണ്, പുതിയ പോരാട്ടം. കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. പക്ഷേ ആ അച്ഛൻ്റെ വിശ്വാസം പെർഫെക്റ്റ് ആയിരുന്നു. ഇവിടെ നിന്നാണ് ആ കാര്യങ്ങൾ തുടങ്ങുന്നത്. അണ്ടർ 13 കേരള ടീമിലേക്ക് സെലക്ഷനായി. പിന്നെ അണ്ടർ 16 കേരള ടീമിലെ സ്ഥിരമായിട്ടുള്ള പ്ലെയർ. അണ്ടർ 19 അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. മാത്രമല്ല വൈസ് ക്യാപ്റ്റനായിരുന്നു, മാൻ ഓഫ് ദ ടൂർണമെൻറ്റുമായിരുന്നു. ആ സമയത്തെ സഞ്ജു ഈ ലൈം ലൈറ്റിലുണ്ട്. ഇതൊരു സാധാരണ ടാലൻ്റ് അല്ല. പിന്നെ IPL 2013 എമർജിങ് പ്ലെയർ, രാജസ്ഥാൻ റോയൽസ്, ഒരു 18കാരൻ വലിയ സ്റ്റേജിലെ വലിയ പേരുകളോടൊപ്പം. ആദ്യ അവസരം, ആദ്യ വിശ്വാസം, ആദ്യ വലിയ ചുവടുവെപ്പ്. ഈ റോഡിലെ പിച്ചിൽ നിന്ന് ഇപ്പോൾ ലോകം കാണുന്ന സ്റ്റേഡിയങ്ങളിലേക്ക്. പക്ഷേ സഞ്ജുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്കല്ലായിരുന്നു. മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. അവസരം കിട്ടും, പക്ഷേ സ്ഥിരത കിട്ടാതെ പോകും. അങ്ങനെയാണ് ചിലരുടെ യാത്ര. കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയിൽ 3 സെഞ്ചുറികൾ. ലോകം പറഞ്ഞു അദ്ദേഹം സെറ്റിൽഡായി, ഇനി അദ്ദേഹത്തിൻ്റെ നാളുകളാണ്. പക്ഷേ സഞ്ജുവിൻ്റെ കഥയിൽ സെഞ്ചുറി പോലും ചിലപ്പോഴൊക്കെ ടിക്കറ്റല്ല. എന്നിട്ടും അദ്ദേഹം കാത്തിരുന്നു, നിശബ്ദനായി, പരാതിയില്ലാതെ. കഴിഞ്ഞ ന്യൂസിലാൻഡ് പര്യടനത്തിലെ 5 മത്സരങ്ങളിലും സഞ്ജു നിരാശപ്പെടുത്തി. 2026 T20 വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് പോലും ആയിരുന്നില്ല. പ്ലാൻ B ആയി മാത്രം ഒതുക്കപ്പെട്ടു. പിന്നെ അഹമ്മദാബാദിൽ ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കെതിരെ ഒരു വലിയ തോൽവി വരുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു. ആ തോൽവി ടീമിനെ ചിന്തിപ്പിച്ചു. അത് ഇന്ത്യൻ ടീമിലെ ബാലൻസിനെ പറ്റി ചിന്തിപ്പിച്ചു. അവിടെയാണ് സഞ്ജുവിൻ്റെ ഈ ഒരു ഇന്നിങ്സിലോട്ടുള്ള തുടക്കം, ഈ ഒരു അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസിൻ്റെ തുടക്കം. വിർച്വലി ഒരു ക്വാർട്ടർ ഫൈനൽ പോലെ തോന്നിയ ആ രാത്രി, വെസ്റ്റ് ഇൻഡീസിനെതിരെ മസ്റ്റ് വിൻ ഗെയിം. സഞ്ജു 97 നോട്ട് ഔട്ട് ചേസ് ചെയ്ത് ഇന്ത്യയെ സെമിയിലേക്ക് എടുത്തു. അന്ന് അദ്ദേഹം മുട്ടുകുത്തി കണ്ണുകൾ മുകളിലേക്ക്. കാരണം അത് വെറും റൺസ് അല്ലായിരുന്നു, അതൊരു ജീവിതത്തിൻ്റെ മറുപടിയായിരുന്നു. പിന്നെ സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ്, ഇന്ത്യ ഫൈനലിലേക്ക്. 2 മാച്ച് വിന്നിംഗ് നോക്സ്, 2 ക്ലാസ് ഇന്നിങ്സ്, കംപ്ലീറ്റ് അഗ്രസീവ്. ഫൈനലിൽ ആണ് അഭിഷേകും സഞ്ജുവും തമ്മിലുള്ള കോമ്പിനേഷൻ പോലും ആദ്യമായിട്ട് സെറ്റാവുന്നത്. ഈ ടൂർണമെൻറ്റിൻ്റെ അവസാനത്തെ ചാപ്റ്റർ എഴുതാൻ വേണ്ടി. ഇന്ന് സഞ്ജു കളിച്ചത് 45 പന്തിൽ 89 റൺസ്. അദ്ദേഹം പുറത്താകുമ്പോൾ തന്നെ 15 ഓവറിൽ ഇന്ത്യ 200 കടന്നിരുന്നു. ഇത് രാജ്യത്തിൻ്റെ മൈൽ സ്റ്റോണാണ്. അദ്ദേഹം ടെമ്പോ സ്ലോ ചെയ്തില്ല, സോൾട്ട് സെലക്ഷൻ സേഫ് ആക്കിയില്ല, ഒരൊറ്റ ബോൾ പോലും എൻ്റെ സെഞ്ചുറി എന്ന് ചിന്തിച്ചില്ല. പുറത്താകുമ്പോൾ സ്കോർ ബോർഡ് പറഞ്ഞു 89. അതൊരു നമ്പറല്ല, അത് പ്രയോറിറ്റിയാണ്, മൈൻഡ് സെറ്റാണ്, ക്യാരക്ടറാണ്. അഭിഷേകും ഇഷാനും ദുബൈയും കൂടി കത്തിക്കേറിയപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റിംഗ് സ്കോർ 255, 5 വിക്കറ്റിന്. ഇതൊരു ചരിത്രമാണ്. ചില സെഞ്ചുറികൾ സ്കോർ ബുക്കിൽ മാത്രമുണ്ടാകും, പക്ഷേ ഇതുപോലുള്ള ചില ഇന്നിങ്സുകൾ ചരിത്രത്തിലും ജീവിക്കും. കൺട്രി ഫസ്റ്റ് ഓൾവേസ്. ഇത് ക്രിക്കറ്റിൻ്റെ കഥയല്ല, ഒരു അച്ഛൻ്റെ വിശ്വാസത്തിൻ്റെ കഥയാണ്. അച്ഛൻ ജോലി വിട്ടത് സ്വപ്നം രക്ഷിക്കാൻ.
മകൻ മൈൽ സ്റ്റോൺ വിട്ടത് രാജ്യം രക്ഷിക്കാൻ. ഇന്ന് രാജ്യം മുഴുവൻ സഞ്ജു എന്ന് മുഴങ്ങുമ്പോൾ വിശ്വനാഥ് സാംസൺ എന്ന ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിലെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളായിരുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനായ തനിനാട്ടുകാരനായ ഒരച്ഛൻ്റെ വിശ്വാസം കൂടിയാണ്.